വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഹത്തേലാണ്. ഇന്ന് ഈദൊക്കെയല്ലേ, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നല്ല ചൂടാണ് ഇവിടെ. ചൂടുണ്ട്, കാറ്റുണ്ട്. ദീദി ഒരു ഹെൽപ്പ് ചെയ്യോ? ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഹത്ത ഹെറിറ്റേജ് വില്ലേജ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടേക്ക് നമുക്ക് ഇതൊന്നും ചാർജൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന്. ഇന്ന് പെരുന്നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു കടകളും ഷോപ്സൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്ക് ഒന്നും തുറന്നിട്ടില്ല. ചിലപ്പോൾ ഇനി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും തുറക്കുക. ഇവിടെ കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ, സിറ്റിംഗ് റൂം, ആ ഏരിയയൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ബെഞ്ച് പോലത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് വന്ന് റെസ്റ്റ് എടുക്കാം, ഫോട്ടോ എടുക്കാം. ഇതിങ്ങനെ ചെറിയ ചെറിയ വീടുകൾ പോലെ പണിത് വെച്ചേക്കണം. എന്താ ഈ നമ്മുടെ നാട്ടിൽ വേലി കെട്ടുന്ന പഴയ എന്താ പറയുക, ഓല കൊണ്ട് വേലി കെട്ടണ പോലെ. ഇതിങ്ങനെ ഉണ്ടാവും ഒരു കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ നന്നായിട്ട് പണിതിട്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഓല വീട് പോലത്തെ നാട്ടിലത്തെ ഓല വീട്, അതാണിത്. ശരിക്കും നമ്മൾ ശരിക്കും പണ്ട് കാലത്ത് ഓല വീടില്ലേ. കടലാസ് ചെടി, വേറെ ഒരു കളർ കടലാസ് പൂവ്, കടലാസ് ചെടി, ബോഗൻ വില്ല എന്നൊക്കെ പറയും. പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കടലാസ് ചെടി. ഒരു ഭരണി പോലത്തെ, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കണ്ടിട്ടില്ല ഭരണി, അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾക്കിവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാനും വീഡിയോ പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഇതിൻ്റെ കുറച്ചും കൂടി ചിലപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഈ ഓല കൊണ്ട് പണിതിരിക്കുന്ന ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പഴയകാല ഓർമ്മകളൊക്കെ വരുന്നുണ്ട് നമുക്ക്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുള്ളൂ, കാരണം അത്ര അധികമൊന്നും കാണാനൊന്നുമില്ല. ഇനിയിപ്പം ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലേക്ക് പോവുകയാണ്, കാരണം നല്ല ചൂടപ്പോൾ. ഞങ്ങളെ ഇവിടുന്ന് ഡാമിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ വരെ നമ്മുടെ വണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ ഷട്ടിൽ ബസ്സിലാണ് പോകേണ്ടത്. ഇവിടെ വരെയുള്ളൂ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരിക. അത് കഴിഞ്ഞാൽ അവരുടെ ഷട്ടിൽ ബസ്സിന് പോകണം. ഫ്രീ ഷട്ടിൽ ബസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഷട്ടിൽ ബസ്സിന് ഇവിടെ ലൈൻ നിൽക്കണം. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, പെരുന്നാളൊക്കെ അല്ലേ. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. നമുക്കവിടെ പോയിട്ട് ഹോഴ്സ് റൈഡിങ് എത്ര പേയ്മെൻ്റ് ഒന്നും എനിക്കറിയില്ല, പേയ്മെൻ്റ് ഉണ്ട്. നാട്ടിലെ മാവ് പൂത്തിട്ടില്ല, പക്ഷേ ഇവിടെ മാവ് പൂത്ത് ചെറിയ കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഒറ്റ മാവ് പൂത്തിട്ടില്ല, പക്ഷേ ഇവിടെ എല്ലാ മാവും പൂത്തിട്ടുണ്ട്. ഷട്ടിൽ ബസ്സിന് കാത്തു നിൽക്കണതേ കാണുന്നു. എത്ര തിരക്കാണെന്നറിയാമോ. ഡാം കാണാൻ വന്നിരിക്കുന്നതിൻ്റെ തിരക്കാണ്. ഇന്നൊരു ഹോളിഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കാണ്. എന്തോ തിരക്കെന്നൊക്കെ. അവിടെ നിന്ന് ഷട്ടിൽ ബസ്സിൽ കയറാനും ഇറങ്ങാനും ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഫുഡ് വാങ്ങിയത് ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. പിന്നെ ഐസ്ക്രീം വാങ്ങി, നൂഡിൽസ് വാങ്ങി, പിന്നെ കുറച്ച് ലസ്സിയൊക്കെ വാങ്ങി. തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. ബസ്സിൽ കയറാനും ഇറങ്ങാനും ടിക്കറ്റ് എടുക്കാനും പിന്നെ എന്താ പറയുക ഫുഡ് കഴിക്കാനും എല്ലാത്തിനും തിരക്കാണ്. ബസ്സിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനും തിരക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഹത്തയുടെ വിശേഷങ്ങൾ കണ്ടു കഴിയാറായി. നമ്മളിനിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹത്തയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.